ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഭവനം ബെത്ലഹേമിലുണ്ട്. ആ ബെത്ലഹേമിലെ ഭവനത്തിലേക്ക് ഒരു ദിവസം ചില അതിഥികൾ വരികയാണ്. വളരെ അകലെ നിന്നും സമ്പന്നരായ, വിദ്യാഭ്യാസമുള്ള, അറിവിൽ കേമരായ ചിലർ കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ അവരെക്കുറിച്ച് പറയുന്നത് അവർ വിദ്വാൻമാർ എന്നാണ്. അവർ അറിയാത്ത ആ വീട്ടിലേക്ക്, അവർക്ക് പരിചയമില്ലാത്ത വീട്ടുകാരുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ആ വീട്ടിലുള്ളത് മറിയ, യോസേഫ്, പിന്നെ ശിശുവായ യേശു എന്നിവരാണ്. ആ വീട്ടിലേക്ക് വളരെ അകലിൽ നിന്നും കടന്നു വന്ന വിദ്വാൻമാർ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ യേശുവിനെ കണ്ടിട്ട്, അതായത് ശിശുവായ യേശുവിനെ കണ്ട് അവർ വീണ് നമസ്കരിക്കുകയാണ്. നമസ്കരിച്ച ശേഷം അവരുടെ കരങ്ങളിലുണ്ടായിരുന്ന നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവർക്ക് പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നിവ കാഴ്ചവെച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മറിയ, ജോസഫ് എന്നിവർ ദരിദ്രരായ ഒരു കുടുംബമാണ്. അവർ അവരുടെ സ്വന്തം നാട്ടിൽ നിന്നും, അതായത് നസറത്തിൽ നിന്നും അവർ പോലും ആഗ്രഹിക്കാതെ രാജകൽപ്പന നിമിത്തം കടന്നു വന്നിരിക്കുകയാണ്. അവർ ദരിദ്രരായിരുന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. എന്നാൽ ആ ബുദ്ധിമുട്ടിൽ ഒരു ഡിവൈൻ പ്രൊവിഷൻ ആയി അവർക്ക് ലഭിച്ചതാണ് ഈ പൊന്ന്, മൂര്, കുന്തിരിക്കം. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പോലും അറിയാത്ത ചില നിമിത്തങ്ങൾ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ട്, ചിലപ്പോൾ ചില രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ മറ്റു ചില ആവശ്യങ്ങളായിരിക്കാം, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് നിങ്ങൾ വഴുതി വീഴുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ സാമ്പത്തിക കുരുക്കിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ചിലർ സാമ്പത്തിക കുരുക്ക് കാരണം ഇനി ഇതിൽ നിന്നൊരു മോചനമില്ല എന്ന് പറഞ്ഞ് നിന്നാപാത്രരായി ജീവിക്കുന്നവർ ഉണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് ഈ സന്ദേശത്തിലൂടെ ഇപ്രകാരം പറയട്ടെ: നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു കരുതൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിൽ ആശ്രയിച്ചാട്ടെ. യേശു കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾ പോലും അറിയാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് വഴിയൊരുക്കി തരുവാൻ ദൈവത്തിന് സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം സാമ്പത്തിക കുരുക്കുകളിലായ അനേകർ യേശു കർത്താവിലെ വിശ്വാസത്താൽ ആ കുരുക്കുകളിൽ നിന്നും പുറത്തു വന്നു. അതെ, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, നിശ്ചയമായും നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയെ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുന്നു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അത് വിശ്വസിച്ചാട്ടെ. ഇത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, വിടുതലുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.